ഉരുൾപൊട്ടൽ തകർത്ത മുണ്ടക്കയിലും ചൂരൽമലയിലും നടത്തുന്ന രക്ഷാപ്രവർത്തനം 7ാം ദിനത്തിലേക്ക്. നിലവിൽ 369 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ചാലിയാറിൽ മൃതദേഹങ്ങൾക്കായി ഇന്നും തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ. ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി.ടി. മാത്യുവിന് ജില്ലാ കളക്ടർ ഡി.ആർ. മേഘശ്രീ ആദരവ് നൽകി. കഴിഞ്ഞ ദിവസം ചാലിയാറിൽ നടത്തിയ തിരച്ചിലിൽ 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങൾ മേപ്പാടി പുത്തുമലയിൽ സംസ്കരിച്ചു. നിലവിൽ 369 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 53 ക്യാമ്പുകളിലായി 6759 പേരാണ് കഴിയുന്നത്. ബെയിലി പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കുമുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒരു ദിവസം രാവിലെ 6 മുതൽ 9 വരെ ബെയിലി പാലത്തിലൂടെ 1500 പേരെ മാത്രമേ കടത്തിവിടൂ. കൂടുതൽ ആളുകൾ വരുന്നത് തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി.ടി. മാത്യു 100 കണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്ന ശേഷം മടങ്ങി. മേജർ ജനറലിന് നാടിന്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി.ആർ. മേഘശ്രീ യാത്രയയപ്പ് നൽകി. ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തിരച്ചിലും അദ്ദേഹം നിരീക്ഷിക്കും. പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ടുകൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്നും വി.ടി. മാത്യു പറഞ്ഞു. ആവശ്യമെങ്കിൽ വീണ്ടും ജില്ലയിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്